ഇന്ന് പല ആളുകളും ബുദ്ധിമുട്ടുന്ന ഒരു രോഗമാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. മൈഗ്രെയിൻ കൊണ്ട് വളരെയധികം പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒട്ടനവധി സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. പക്ഷേ അവരുടെ രോഗം മാറാൻ വേണ്ടി അവർ പല മരുന്നുകളും കഴിച്ചിട്ടും ആ ഒരു രോഗം അവർക്ക് മാറുന്നില്ല എന്നുള്ള ഒരു പരാതി നമ്മൾ കേൾക്കുന്നുണ്ട്. ചില ആളുകൾ പല മന്ത്രവാദങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഈ രോഗം മാറുന്നില്ല. വലിയ രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു രോഗമാണിത്. ചില ആളുകളൊക്കെ പറയാറ് അല്ലി പൊളിക്കാൻ തോന്നാറുണ്ട് എന്നൊക്കെ. അപ്പൊ അത്രയും പ്രയാസമുള്ള ഒരു രോഗമാണ് മൈഗ്രെയിൻ. ഈ മൈഗ്രെയിൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ മാനസികമായി ബന്ധപ്പെട്ട ഒരു രോഗമാണ്. പല ആളുകളും ആ ഒരു വിഷയം വരുമ്പോൾ അത് എനിക്ക് മാനസിക രോഗമൊന്നും എന്ന് പറയാണ്ട് ത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്നും അതിനെ തട്ടിമാറ്റി വീണ്ടും ശാരീരിക അസ്വസ്ഥതയിലേക്ക് മാറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ രോഗം പ്രത്യേകിച്ചും മാറിക്കിട്ടാത്തത്. ചില ആളുകൾക്കൊക്കെ ഇത് സൈക്കാട്രി പോലെയുള്ള ഡോക്ടർമാരെയൊക്കെ കാണിക്കുന്നോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കിട്ടുമ്പോഴൊക്കെ ചില ആളുകൾ ഇത് മാറിപ്പോവാറുണ്ട്. ചില ആളുകൾ ഹിപ്നോതെറാപ്പിസ്റ്റുകളെ കണ്ട് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സെൽഫ് ഹിപ്നോസിസ് ഒക്കെ ചെയ്യുമ്പോഴോ ഹിപ്നോസിസിലേക്കൊക്കെ കൊണ്ടുപോയാലൊക്കെ ഈ രോഗം മാറി കിട്ടുന്നവരുണ്ട്. അതുകൊണ്ട് ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നരമ്പുകൾ, തലയിലുള്ള ശരീരത്തിലുള്ള ഒക്കെ നരമ്പുകൾ വളരെ നേർത്ത നരമ്പുകളാണ്. അപ്പോൾ നമ്മുടെ ചിന്തകൾ കൊണ്ടും നമ്മൾ അമിതമായി ചിന്തിക്കുകയും അമിതമായി മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പൊതുവേ ഈ രോഗം വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു മനുഷ്യൻ അമിതമായി ചിന്തിക്കുന്നവരാണ്. ഇപ്പോൾ ഏകദേശം 75,000 ചിന്തകളാണ് ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്നാണ് ശാസ്ത്രം പറയപ്പെടുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് വരെ നമ്മൾ ചിന്തകൾ വരുമ്പോൾ ആ ചിന്തകൾക്ക് അതീതമായി നമ്മുടെ മാനസിക നിലയിൽ വരുന്ന അല്ലെങ്കിൽ ശാരീരിക ഘടനയിലേക്ക് വരുന്ന പ്രയാസങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാത്തിടത്തോളം കാലം ഈ രോഗം നമ്മളിൽ നിന്ന് അകന്നു പോവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മനസ്സിനെപ്പോഴും നമ്മൾ ശാന്തതവൽക്കരിക്കുക, അതേപോലെ തന്നെ മെഡിറ്റേഷൻ പോലുള്ള പ്രക്രിയകളിലൂടെയൊക്കെ നമുക്ക് ഈ രോഗത്തെ മറികടക്കാൻ സാധിക്കും. സെൽഫ് ഹിപ്നോസിസിലൂടെ, അതേപോലെ തന്നെ മെഡിറ്റേഷൻ പോലെയുള്ള സംഗതികൾ. ഇപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് കൊണ്ട് വ്യായാമം ചെയ്യുമ്പോൾ അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒക്കെ വ്യായാമം ചെയ്യുന്ന ആളുകളാണ്. അതോടൊപ്പം നമ്മുടെ മനസ്സിനൊരു വ്യായാമം കൊടുക്കാൻ നമ്മൾ ആരും തയ്യാറാവുന്നില്ല. അങ്ങനെ ഒരു മനസ്സിന് വ്യായാമം കൊടുക്കുന്നതോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയും ഏകാഗ്രത കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു പിരിമുറുക്കം, പ്രയാസങ്ങൾ, നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയുകയും നമ്മുടെ ഞരമ്പുകൾക്ക് ശക്തി കൂടുകയും ഒക്കെ ചെയ്യുമ്പോൾ ബലഹീനത കുറഞ്ഞ് ശക്തമായ ഒരു പ്രതിരോധ സംവിധാനം നമ്മുടെ വെയിനുകൾക്കൊക്കെ വരുമ്പോൾ ഈ രോഗത്തിന് ശമനം കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പല ആളുകൾക്കും ഈ സെൽഫ് ഹിപ്നോസിസ് ഒക്കെ ചെയ്ത ആളുകൾക്ക് ഇത് രോഗം മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾ മെഡിറ്റേഷൻ നിരന്തരം ഡെയിലി ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളെയും ഈ രോഗം കാണപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയയെ ശാന്തമാക്കുകയും അതോടൊപ്പം മാനസിക സംഘർഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നതോടുകൂടി ഈ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഈ ഒരു രോഗം അല്ലെങ്കിൽ ഒരു പ്രയാസം, രോഗം എന്ന് പറയാൻ പറ്റില്ല, പ്രയാസം നമ്മളിൽ നിന്നും എന്നേക്കുമായി വിട്ടുപോകും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്തത് എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ള വീഡിയോയുമായിട്ട് ഞാൻ വരാം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക.